أعوذ بالله من الشيطان الرجيم. الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط. لا إله إلا هو العزيز الحكيم. إن الدين عند الله الإسلام وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بغيا بينهم. ومن يكفر بآيات الله فإن الله سريع الحساب. صدق الله العلي العظيم. നാം സൂറത്ത് ആലി ഇമ്രാൻ 15 ആയത്തുകളാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി ആശയം വിവരിച്ചത്. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് തുടരുന്നത്. നാം കഴിഞ്ഞ ആഴ്ച വിവരിച്ച അവസാനത്തെ ആയത്തുകൾ മനുഷ്യന് സ്ത്രീ സംസർഗം, സന്താനങ്ങൾ, അതുപോലെ തന്നെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയുമൊക്കെ കൂമ്പാരങ്ങൾ, മേത്തരം, കുതിരകൾ, കാലി സമ്പത്ത്, കൃഷി, ഇവയെല്ലാം അലങ്കാരമാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു. അതിനോടൊക്കെയുള്ള പ്രതിപത്തി മനുഷ്യന് ജന്മന നൽകപ്പെട്ടിട്ടുള്ളതാകുന്നു. എന്നാൽ ഇതൊക്കെ തന്നെ ഐഹിക ജീവിതത്തിൻ്റെ നൈമിഷികമായ വിഭവങ്ങളാണ്, നശ്വരമായ വിഭവങ്ങളാണ്. പാരത്രിക ലോകത്ത് അള്ളാഹുവിൻ്റെ സന്നിധിയിലുള്ള പ്രതിഫലമാകുന്നു ഏറ്റവും മഹത്തായിട്ടുള്ളത്. ആ പാരത്രിക ലോകം ലക്ഷ്യം വെക്കുന്നവർക്ക് അല്ലാഹു തആല നാളെ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ പൂങ്കാവനങ്ങൾ നൽകുന്നതാണ്. അവിടെ അവർക്ക് പരിശുദ്ധങ്ങളായ ഇണകൾ ഉണ്ടായിരിക്കും. സർവോപരി അള്ളാഹുവിൻ്റെ മഹത്തായ പ്രീതിയും പൊരുത്തവും അവർക്ക് ലഭിക്കും. ഇങ്ങനെ ഈ മഹത്തായ സൗഭാഗ്യങ്ങൾക്ക് അർഹരായവർ ആരാണ് എന്ന് അല്ലാഹു ബസീറും ബിൽ ഇബാദ്, അല്ലാഹു തആല എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, ഏറ്റവും നന്നായി അറിയുന്നു. അതിന് അർഹതയും യോഗ്യതയും ഉള്ളവരാണ് എന്ന് അല്ലാഹു തആല കാണുന്നു. ആ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നാളെ ഈ മഹത്തായ സൗഭാഗ്യം അവർക്ക് ലഭിക്കുക. ഇത്രയുമാണ് കഴിഞ്ഞ ആഴ്ച നാം വിവരിച്ചത്. ഇനി 16-ാമത്തെ ആയത്തിൽ ആ അല്ലാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്ന സജ്ജനങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ അല്ലാഹു തആല വിവരിക്കുകയാണ്. അല്ലദീന യഖൂലൂൻ, അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പ്രാർത്ഥനാ നിർഭരമായ ജീവിതമാണ് അവർ നയിക്കുക. എന്താണ് അവരുടെ പ്രാർത്ഥന? റബ്ബന ഇന്നന ആമന്ന, നാഥ ഞങ്ങൾ മുഅ്മിനീങ്ങളായിരിക്കുന്നു, ഞങ്ങൾ വിശ്വാസം കൈക്കൊണ്ടിരിക്കുന്നു. ഫഗ്ഫിർ ലനാ ദുനൂബന, അതുകൊണ്ട് ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ, ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. വഖിനാ അദാബന്നാർ, പാരത്രിക ലോകത്തുള്ള ശിക്ഷയിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കുമാറാകണമേ. ഇതാണ് ആ സജ്ജനങ്ങളായ ആളുകളുടെ ദുആ. ഇനി അവരുടെ സ്വഭാവ ഗുണങ്ങൾ അല്ലാഹു തആല തുടർന്ന് വിവരിക്കുകയാണ്.
അസ്വാബിരീന, അവർ ക്ഷമ അവലംബിക്കുന്നവരാണ്, ക്ഷമ കൈക്കൊള്ളുന്നവരാണ്. ഇവിടെ ഇമാം ഇബ്നു കസീർ നൽകിയ ആ വിശദീകരണം ഒട്ടും ഏറ്റപ്പറ്റുകളില്ലാതെ ഇവിടെ ഉദ്ധരിക്കുകയാണ്. അസ്വാബിരീന എന്നതിന് അദ്ദേഹം നൽകുന്ന വിശദീകരണം ഫീ ഖിയാമിഹിം ബിത്വാഅതി വതർക്കിഹിം അൽ മുഹറമാത്ത്. ഏത് വിഷയത്തിലാണ് അവർ ക്ഷമ കൈക്കൊള്ളുന്നത്? ഒന്ന്, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന വിഷയത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും അവർ ക്ഷമിക്കും. നമസ്കാരമായാലും നോമ്പായാലും ഹജ്ജായാലും ഇനി വേറെ ഏത് അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കുകയാണെങ്കിലും അതിനൊക്കെ ക്ഷമ ആവശ്യമാണ്. അങ്ങനെ ആ വിഷയത്തിൽ അവർ ക്ഷമ കൈക്കൊള്ളുന്നവരാണ്. വതർക്കിഹിമുൽ മുഹറമാത്ത്, അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ അതിന് ക്ഷമ ആവശ്യമാണ്. ആ ക്ഷമ കൈക്കൊള്ളുന്നവരാണ് അവർ. നമുക്കറിയാം, അല്ലാഹു തആല ഹറാമാക്കിയ പല കാര്യങ്ങളും നമ്മിങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും അതിലേക്ക്. അതിൽ വീണ് പോകാതെ ജീവിക്കണമെങ്കിൽ നല്ല ക്ഷമ ആവശ്യമാണ്. ക്ഷമകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ക്ഷമയാകുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മുമ്പ് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി വസ്വാദിഖീന, അവർ സത്യസന്ധരാണ്, സത്യസന്ധത പുലർത്തുന്നവരാണ്. ഏത് വിഷയത്തിലാണ്? ഇമാം ഇബ്നു കസീർ പറയുന്നു, ഫീമാ അഖ്ബറു ബിഹി മിൻ ഈമാനിഹിം ബിമാ യൽതസിമൂനഹു മിനൽ അഅമാലി ഷാഖ. അതായത് ഏതെല്ലാം കാര്യങ്ങളിലാണ് ഈമാൻ കൈക്കൊള്ളണം, വിശ്വസിക്കണം എന്ന് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്, ആ ഈമാൻ കാര്യങ്ങളിലൊക്കെ അവർ സത്യസന്ധമായി വിശ്വസിക്കുന്നു, അതിൽ അവർ സത്യസന്ധത പുലർത്തുന്നു. അതോടൊപ്പം ബിമാ യൽതസിമൂനഹു മിനൽ അഅമാലി ഷാഖ, ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ അത് നിർവഹിക്കുന്ന വിഷയത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നാലും അത് സഹിച്ചുകൊണ്ട് അവർ ആ കാര്യം നിർവഹിക്കും. അതാണ് സത്യസന്ധത. ഒരാൾ മുഅ്മിനാണ് എന്ന് പറയുന്നു, അവകാശപ്പെടുന്നു, പക്ഷേ ഈമാനിൻ്റെ താല്പര്യമനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ആൾ തയ്യാറാകുന്നില്ല. ഇതൊരിക്കലും സത്യസന്ധമായ ഈമാനല്ല. ഈമാനിൽ സത്യസന്ധത പുലർത്തുക എന്നാൽ ആ ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ കൽപ്പിച്ച സ്വാലിഹായ അമലുകൾ അത് നിർവഹിക്കുന്നതിൽ അവർ എന്ത് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നാലും അവർ സഹിക്കും. അങ്ങനെ സത്യസന്ധമായ ഈമാൻ പുലർത്തുന്നവരാകുന്നു അവർ. ഇനി വൽ ഖാനിതീന, അവർ അങ്ങേയറ്റത്തെ വണക്കമുള്ളവരാകുന്നു. എന്താണ് വണക്കം എന്നാൽ? ഖാനിതീന എന്നാൽ അത്വാഅത്തു വൽ ഖുദൂ', അല്ലാഹു തആലയുടെ കൽപ്പനകൾക്ക് വിധേയരാകുന്ന വിഷയത്തിൽ, അതനുസരിക്കുന്ന വിഷയത്തിൽ അവർ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഉള്ളവരാണ്. അല്ലാഹു തആലയുടെ കൽപ്പനയ്ക്ക് മുമ്പിൽ അവരങ്ങ് സമർപ്പിക്കും എന്നർത്ഥം. അതിൽ നിന്ന് കഴിച്ചിലാവാനുള്ള ശ്രമം അവർ നടത്തുകയില്ല. അപ്പോൾ അല്ലാഹു തആലക്ക് വിധേയരായിക്കൊണ്ടാണ് അവർ ജീവിക്കുക. അതാണ് ഇവിടെ വൽ ഖാനിതീൻ എന്നതിന് ഇമാം അവറുകൾ നൽകിയ വിശദീകരണം. ഇനി വൽ മുൻഫിഖീന, അവർ ചിലവഴിക്കുന്നവരാകുന്നു. എന്താണ് ചിലവഴിക്കുന്നത്? മിൻ അംവാലിഹിം ഫി ജമീഇ മാ ഉമിറു ബിഹി മിനത് ത്വാഅത്ത്, അല്ലാഹു തആല ഏതെല്ലാം വിഷയത്തിൽ ചിലവഴിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ അവർ ചിലവഴിക്കുന്നവരാണ്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇമാം അവറുകൾ നൽകിയിരിക്കുന്നു. അതേതൊക്കെയാണ്? ഒന്ന്, സിലത്തുൽ അർഹാം, കുടുംബബന്ധം ചേർക്കുന്ന വിഷയത്തിൽ. ഈ കുടുംബബന്ധം ചേർക്കുക എന്നത് കുറച്ച് കാശിന് ചെലവുള്ള സംഗതിയാണ്. കുടുംബബന്ധം എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് മാതാപിതാക്കന്മാര്, അതുപോലെ തന്നെ ഭാര്യ സന്താനങ്ങൾ, സഹോദരി സഹോദരന്മാർ, എളാപ്പ മൂത്താപ്പമാർ, ഇങ്ങനെ തുടങ്ങിയിട്ട്
ഇവരുമായുള്ള ബന്ധം, കുടുംബ ബന്ധം ചേർക്കുക എന്നത് പലപ്പോഴും ധനച്ചിലവ് ആവശ്യമുള്ള സംഗതിയാണ്. അവർ വീട്ടിൽ വരുമ്പോൾ അവരെ സൽക്കരിക്കേണ്ടി വരും, അവർ രോഗമാകുമ്പോൾ സന്ദർശിക്കേണ്ടി വരും, അവർക്ക് സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അത് ചെയ്യേണ്ടി വരും. ഇങ്ങനെ കുടുംബ ബന്ധം ചേർക്കുന്ന വിഷയത്തിൽ ധനം ചെലവഴിക്കുക, അതുപോലെ തന്നെ ഏതെല്ലാം വിഷയത്തിൽ അല്ലാഹു തആല ധനം ചെലവഴിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടോ ആ മാർഗത്തിലൊക്കെ അവർ വൽ മുൻഫിഖീന ധനം ചെലവഴിക്കുന്നവരാണ്. ഇനി വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അവർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പാപമോചനം അർത്ഥിക്കുന്നവരാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലാഹുവിനോട് തങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരാകുന്നു. പാപമോചന പ്രാർത്ഥന എപ്പോഴും ആവാം, എന്നാൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ പെട്ടതാകുന്നു രാത്രിയുടെ അന്ത്യയാമങ്ങളിലുള്ള പ്രാർത്ഥന. നമ്മൾ തഹജ്ജുദ് നമസ്കരിക്കുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്തുള്ള ദുആക്ക് പ്രത്യേകമായ ഇജാബത്തുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ അക്കാര്യം പറഞ്ഞതായി കാണാൻ സാധിക്കും. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അല്ലാഹുവിന്റെ സജ്ജനങ്ങളായ ദാസന്മാരെ കുറിച്ച് പറഞ്ഞു, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാകുന്നു. ഇങ്ങനെയുള്ളവരാകുന്നു അല്ലാഹു തആല നേരത്തെ പറഞ്ഞ അനുഗ്രഹത്തിന് പാത്രമായവർ. ഷഹിദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. അല്ലാഹു തആല സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലാഹു, ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ഏകനായ അല്ലാഹു ആകുന്നു എന്നതിന് അല്ലാഹു തആല സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വൽ മലായിക, മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. മലക്കുകളാകുന്നു ഈ പ്രപഞ്ചത്തിലെ ഉദ്യോഗസ്ഥന്മാർ. ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു തആലാന്റെ കൽപ്പനകൾക്കനുസരിച്ച് മലക്കുകളാകുന്നു. അതോടൊപ്പം ഉലുൽ ഇൽമി ഖായിമൻ, അറിവുള്ളവരായ പണ്ഡിതന്മാരായ എല്ലാവരും അത് അംഗീകരിച്ചിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ ഒരു ചെറു കണിക മുതൽ ഭീമാകാരങ്ങളായ നക്ഷത്രഗോളങ്ങൾ വരെയുള്ള സർവചരാചരങ്ങളും ഏകനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് അല്ലാഹു തആലയുടെ ചൊൽപ്പടിക്ക് നിലകൊള്ളുന്നു എന്ന കാര്യം വിവരമുള്ളവരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ബിൽ ഖിസ്ത്, നീതിപൂർവം, ന്യായസമേതം. ഇവിടെ അറിവുള്ളവരുടെ, പണ്ഡിതന്മാരുടെ സ്ഥാനം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ എന്നാൽ അവർക്ക് വമ്പിച്ച സ്ഥാനമാണുള്ളത്. ഇൽമുള്ളവർക്ക് അല്ലാഹുവിൻ്റെ സന്നിധിയിൽ വമ്പിച്ച പദവിയാണ് ഉള്ളത്. അപ്പോൾ നാം പരമാവധി അറിവ് കരസ്ഥമാക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശം കൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹക്കീം, പ്രതാപശാലിയും യുക്തിമാനുമായ അല്ലാഹു തആല മാത്രമാണ് ഇലാഹായിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ ഏകനാകുന്നു എന്നതിന് എല്ലാവരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിൻ്റെ സന്നിധിയിൽ സ്വീകാര്യയോഗ്യമായ ദീൻ ഇസ്ലാമാകുന്നു. ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ വരെയുള്ള എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്നിട്ടുള്ള ദീനുൽ ഇസ്ലാമാകുന്നു. ഇസ്ലാം എന്നാൽ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ജീവിതം സമർപ്പിക്കുക, ആ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അതിന് പറയുന്ന പേരാകുന്നു ഇസ്ലാം. ഈ സന്ദേശം, ഈ ദീനുമായാണ് ആദം നബി അലൈഹിസ്സലാം വന്നത്. ആദം നബി അലൈഹിസ്സലാം സ്വന്തം മക്കളെ പഠിപ്പിച്ചത് അതാകുന്നു. പിന്നീട് കാലത്തിൻ്റെ നീളത്തിൽ വ്യതിചലനമുണ്ടായപ്പോഴൊക്കെ മനുഷ്യ സമൂഹത്തെ വീണ്ടും ഈ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്
ഇദ്രീസ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇങ്ങനെയുള്ള പ്രവാചകന്മാരൊക്കെ വന്നത്. അവരെല്ലാം കൊണ്ടുവന്ന ദീൻ ഇസ്ലാമായിരുന്നു. അവരെല്ലാം കൊണ്ടുവന്ന ദീൻ ഇസ്ലാമായിരുന്നു. സൂറത്ത് ആൽ ഇമ്രാനിൽ ഒരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ആരെങ്കിലും ഇസ്ലാമല്ലാത്ത ഒരു ജീവിതമാർഗം സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അല്ലാഹു തആല അവനിൽ നിന്ന് അത് സ്വീകരിക്കുകയില്ല. അല്ലാഹു തആല നിയോഗിച്ച, അല്ലാഹു തആല അവതരിപ്പിച്ച, അല്ലാഹു തആല പഠിപ്പിച്ച ദീനിൽ ഇസ്ലാം അനുസരിച്ച് വേണം മനുഷ്യർ ജീവിക്കാൻ. അത് മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കൂ. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, ഇസ്ലാമല്ലാത്ത ഒരു ദീൻ ആരെങ്കിലും അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, നാളെ പാരത്രിക ലോകത്ത് അവൻ നഷ്ടകാരികളിൽ ഉൾപ്പെട്ടവനായിരിക്കും. وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بغيا بينهم. ഇവിടെ ഒരുപക്ഷെ നമുക്കൊരു സംശയം ഉണ്ടാകും, ലോകത്ത് ഇസ്ലാമല്ലാത്ത ഒരുപാട് മതങ്ങൾ ഉണ്ടല്ലോ. ജൂതമതമുണ്ട്, ക്രൈസ്തവ മതമുണ്ട്, ഹിന്ദു മതമുണ്ട്, ഒരുപാട് മതങ്ങൾ ലോകത്ത് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഈ മതങ്ങൾ ലോകത്തുണ്ടായത്? അവർക്ക് നേർമാർഗം കണ്ടെത്താൻ അവസരമില്ലാത്തത് കൊണ്ടാണോ? അവരിൽ പ്രവാചകന്മാർ ആഗതരാകാത്തത് കൊണ്ടാണോ? അവർക്ക് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെടാത്തത് കൊണ്ടാണോ? അല്ല. അല്ലാഹു തആല പറയുന്നു, വമഖ്തലഫ അല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുൽ ഇൽമു ബഗ്യൻ ബൈനഹും. ഈ വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കുമൊക്കെ വ്യക്തമായ സന്മാർഗ സന്ദേശം പ്രവാചകന്മാരിലൂടെ വന്നെത്തിക്കഴിഞ്ഞ ശേഷമാണ് അവർ ഭിന്നതയിൽ അകപ്പെട്ടത്. അവർ സ്വയംകൃത മതങ്ങളും ആദർശങ്ങളും ആചാരങ്ങളുമായി ജീവിച്ചത്. ഒരിക്കലും നേരായ മാർഗം ഏതാണ് എന്ന് കാണാൻ സാധിക്കാത്തത് കൊണ്ടോ അതിന് അവസരമില്ലാത്തത് കൊണ്ടോ അല്ല. ബഗ്യം ബൈനഹും, അവരുടെ തന്നെ കുഴപ്പം കാരണം അവർ നേർമാർഗം സ്വീകരിക്കാൻ സന്നദ്ധരാവാതെ സ്വയംകൃതമായ ആദർശങ്ങളും ആചാരങ്ങളും സ്വീകരിച്ചുകൊണ്ട് വഴി പിഴച്ചു പോയതാകുന്നു. അവരുടെ മതങ്ങൾ സ്വയംകൃത മതങ്ങളാകുന്നു. ഒരിക്കലും അവരുടെ പ്രവാചകന്മാരായ മൂസാ നബിയോ ഈസാ നബി അലൈഹിസ്സലാമോ പഠിപ്പിച്ച ദീനനുസരിച്ചു കൊണ്ടല്ല അവർ ജീവിക്കുന്നത്. അതിൻ്റെ കാരണക്കാർ അവർ തന്നെയാണ്. ഒരിക്കലും നേർമാർഗം കാണാൻ അവസരമില്ലാത്തത് കൊണ്ടല്ല. വമൻ യക്ഫുർ ബിആയാത്തില്ലാഹി, ആരെങ്കിലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, അള്ളാഹുവിൻ്റെ സൂക്തങ്ങളെ, വേദഗ്രന്ഥങ്ങളെ തള്ളിക്കളയുന്നുവെങ്കിൽ ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, തീർച്ചയായും അങ്ങനെയുള്ളവരെ അല്ലാഹു തആല ഹിസാബ് ചെയ്യുന്നതാകുന്നു. ഖുർആനിൽ ഈ ഹിസാബിൻ്റെ കാര്യം പറയുന്നിടത്തൊക്കെ ആവർത്തിച്ച് പറഞ്ഞൊരു സംഗതിയാണ് സരീഉൽ ഹിസാബ്. അല്ലാഹു തആല അതിവേഗം വിചാരണ ചെയ്യുന്നവനാകുന്നു, കണക്ക് നോക്കുന്നവനാകുന്നു. മുഫസ്സിരീങ്ങൾ ഇതിനെക്കുറിച്ച് വിവരിക്കുന്നു. നമ്മളിങ്ങനെ ആലോചിക്കും, ലോകത്തെ എത്ര മതങ്ങളാണ്, ഓരോ മതങ്ങൾക്കും എത്ര അനുയായികളാണ്. ഇങ്ങനെ കോടാനുകോടി ജനങ്ങൾ ഒരു സമയത്ത് തന്നെ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ മുൻകഴിഞ്ഞ തലമുറകളിലൂടെ ജീവിച്ച് മരിച്ച വഴികേടിലായവരൊക്കെ, ഇനി ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ജനകോടികൾ, ഇവരെല്ലാം അല്ലാഹു തആല വിചാരണ ചെയ്തുകൊണ്ട് ശിക്ഷിക്കുക എന്നാൽ അത് എങ്ങനെയാണ് നടക്കുക? എപ്രകാരമാണ് ഓരോരുത്തരുടെയും ജീവിതം പരിശോധിച്ചുകൊണ്ട് അല്ലാഹു തആല അവർക്ക് രക്ഷാശിക്ഷകൾ നൽകുക? നാം ചിന്തിക്കും. ആ ചിന്ത ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കാര്യം അല്ലാഹു തആല പറയുന്നത്. പണ്ഡിതന്മാർ ഒരു ഉദാഹരണത്തിലൂടെ അത് വിവരിക്കുന്നുണ്ട്. ഇപ്പൊ നാം ജീവിക്കുന്ന കാലത്ത് അനേക കോടി ജനങ്ങളുണ്ട്. അവരെല്ലാവരും അവരുടെ ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ചിലർക്ക് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയായിരിക്കും, ചിലർക്ക് രോഗശമനത്തിന് വേണ്ടിയായിരിക്കും,
വേറെ ചിലർക്ക് തൊഴിൽ ലഭിക്കാൻ വേണ്ടിയായിരിക്കും. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മനുഷ്യരുടെ കഥയാണ്. ഇനി മനുഷ്യർ മാത്രമാണോ? ഈ ലോകത്തുള്ള സർവ്വജീവികളും അള്ളാഹുവിനോടാണ് ആവലാതികൾ ബോധിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ മുമ്പിലാണ് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നാം ജീവിക്കുന്ന ഈ ഭൂഗോളത്തിലെ മാത്രം കാര്യമാണ്. ഈ പ്രപഞ്ചം എന്നാൽ മൊത്തം പ്രപഞ്ചത്തിൽ ഉള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ, ഗോളാഗോളങ്ങൾ. ഈ ഭൂമുഖത്ത് എത്ര മണൽത്തരികളുണ്ടോ ആ തരിയിൽ ഒരു മണൽത്തരി മാത്രമാണ് നമ്മുടെ ഈ ഭൂഗോളം. ബാക്കി എത്ര മണൽത്തരികളുണ്ടോ അത്രത്തോളം ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രഗോളങ്ങളും പ്രപഞ്ചത്തിലുണ്ട്. അവയിൽ പലതിലും സൃഷ്ടികളുണ്ട് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിലാണ് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ ആവശ്യങ്ങളും അല്ലാഹു തആല നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എങ്കിൽ ഒരേ സമയം അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളുടെയും ആവശ്യങ്ങളും ആവലാതികളും കേട്ടുകൊണ്ട് അതിനുത്തരം ചെയ്യാൻ അല്ലാഹു തആലക്ക് സാധിക്കുന്നുവെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് ഈ ജനകോടികളെ ഒന്നടങ്കം വിചാരണ ചെയ്തുകൊണ്ട് അവർക്ക് രക്ഷാശിക്ഷകൾ നൽകുക എന്നത് അല്ലാഹു തആലക്ക് ക്ഷിപ്രസാധ്യമായ കാര്യമാണ്. ഇതാണ് ഹിസാബിന്റെ കാര്യം പറയുന്നിടത്ത് മുഴുവൻ ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അല്ലാഹു തആല അതിവേഗം കണക്ക് നോക്കുന്നവനാണ്, ഓരോരുത്തരുടെ കർമ്മഫലങ്ങൾ നൽകുന്നതാണ്. അപ്പൊ നാം ചിന്തിക്കേണ്ടതില്ല അല്ലാഹു തആലയുടെ ഈ കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിൽ നാം വിസ്മൃതിയിൽ അകപ്പെട്ടു പോകും. നാം ചെയ്യുന്നതും പറയുന്നതൊന്നും മുഴുവൻ അല്ലാഹു തആലയുടെ കണക്കിനുണ്ടാവുകയില്ല. അതൊന്നും അല്ലാഹു തആല വിചാരണ ചെയ്യുകയില്ല എന്ന് ആരും നിനക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഒരേ സമയത്ത് തന്നെ വിചാരണ ചെയ്യുകയും അവരവരുടെ കർമ്മഫലങ്ങൾ നൽകുകയും ചെയ്യും. ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ബോധമാകുന്നു. ഈ ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ചുവടുവെപ്പുകൾ സിറാത്തുൽ മുസ്തഖീമിലൂടെ ആയിത്തീരുക. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയാണ്, ഈ വിഷയത്തിൽ, അല്ലാഹുവിൻ്റെ തൗഹീദിന്റെ വിഷയത്തിൽ, പാരത്രിക ലോകത്തിന്റെ വിഷയത്തിൽ മനുഷ്യർക്ക് അല്ലാഹു തആല രക്ഷാശിക്ഷകൾ നൽകും, സ്വർഗ നരകങ്ങളുണ്ട് എന്നിത്യാദി വിഷയങ്ങളിൽ അവർ താങ്കളോട് വാഗ്വാദത്തിന് വരികയാണെങ്കിൽ, ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ആ വിഷയത്തിൽ അവർ താങ്കളുമായി ആശയ സംഘട്ടനത്തിലേർപ്പെടുകയാണെങ്കിൽ ഫഖുൽ, നബിയെ അവരോട് താങ്കൾ പറയുക, അസ്ലംതു വജ്ഹിയ ലില്ലാഹി വമനിത്തബഅൻ, ഞാനും എന്നെ പിൻപറ്റിയ മുസ്ലിങ്ങളും അള്ളാഹുവിന് മുസ്ലിങ്ങളായിരിക്കുന്നു. അള്ളാഹുവിന് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നു. അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ, അല്ലാഹു തആല വിശ്വസിക്കാൻ കൽപ്പിച്ച കാര്യങ്ങൾ, അതിലെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ലാഹു തആല പ്രവർത്തിക്കാൻ പറഞ്ഞത് പ്രവർത്തിക്കാൻ ഞങ്ങൾ സർവാത്മന സന്നദ്ധരാണ്. അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ അല്ലാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു. വഖുൽ, നബിയെ താങ്കൾ പറയുക, ഇത് ലില്ലദീന ഊതുൽ കിതാബ്, അഹ്ലി കിതാബുകാരായ ആളുകളോട്, വൽ ഉമ്മിയീന, അതുപോലെ തന്നെ അഹ്ലി കിതാബുകാരല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അറബികളായ ആളുകളോട് താങ്കൾ ചോദിക്കുക, അസ്ലംതും, നിങ്ങൾ മുസ്ലിങ്ങളാകുന്നുണ്ടോ? നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഫഇൻ അസ്ലമു, അവർ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ, മുസ്ലിങ്ങളാകുകയാണെങ്കിൽ, ഫഖദ് ഇഹ്തദൗ, അവർ നേർമാർഗം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. വഇൻ തവല്ലൗ, ഇനി നിങ്ങൾ ഈ മാർഗത്തിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ, ഞാൻ കൊണ്ടുവന്ന ഈ സന്ദേശം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ, ഫഇന്നമാ അലൈക്കൽ ബലാഗ്, അല്ലാഹു തആല നബിയോട് പറയുകയാണ്,
വ്യക്തമായി ഈ സന്ദേശം എത്തിക്കുന്ന ഉത്തരവാദിത്തം മാത്രമേ താങ്കൾക്കുള്ളൂ. എല്ലാ പ്രവാചകന്മാരും ആവർത്തിച്ച് പറഞ്ഞ സംഗതിയാണ്, വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്ന ഉത്തരവാദിത്തം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അത് നിർബന്ധിച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് സ്വീകരിപ്പിക്കുക എന്നത് ഞങ്ങളുടെ ബാധ്യതയിൽപ്പെട്ടതല്ല. ഫഇന്നമാ അലൈക്കൽ ബലാഗ്, ഈ സന്മാർഗ സന്ദേശം എത്തിക്കുക എന്ന ഉത്തരവാദിത്തം മാത്രമാണ് താങ്കൾക്കുള്ളത്. വല്ലാഹു ബസീറും ബിൽ ഇബാദ്, അല്ലാഹു തആല അവന്റെ ദാസന്മാരെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. ആരെല്ലാമാണ് ഈ സന്മാർഗ സന്ദേശം സ്വീകരിക്കുന്നത്, അതനുസരിച്ച് ജീവിക്കുന്നത്, ആരാണ് തള്ളിക്കളയുന്നത്, ഇതെല്ലാം അല്ലാഹു തആല വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നല്ലദീന യക്ഫുറൂന ബിആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ തള്ളിക്കളയുകയും നിഷേധിക്കുകയും, വയഖ്തുലൂന നബിയ്യീന, അള്ളാഹു തആല നിയോഗിച്ച പ്രവാചകന്മാരെ വധിച്ചു കളയുകയും ചെയ്തവർ, ബിഗൈരി ഹഖിൻ, അന്യായമായി, വയഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്ത്, പ്രവാചകന്മാരെ മാത്രമല്ല പ്രവാചകന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട് ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നവർ, പ്രബോധകന്മാർ, പണ്ഡിതന്മാർ, അങ്ങനെയുള്ളവരെ വധിക്കുകയും ചെയ്തവർ. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക. പരിഹാസ രൂപത്തിലാണ് അല്ലാഹു തആല അവർക്ക് താക്കീത് നൽകുന്നത്. അഥവാ പ്രവാചകന്മാരെ തള്ളിക്കളയുകയും പ്രവാചകന്മാരെ വധിക്കുകയും വധിക്കാൻ ഉദ്യമിക്കുകയും നേരായ മാർഗത്തിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യുന്നവർക്കെതിരെ വാളോങ്ങുകയും ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത ഉണ്ടെങ്കിൽ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അത് വേദനാജനകമായ ശിക്ഷയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത മാത്രമാണ് എന്നാകുന്നു ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരു സഹാബി വന്നിട്ട്, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുന്നാസി അശദ്ദു അദാബൻ യൗമൽ ഖിയാമ, അല്ലയോ നബിയെ, ഖിയാമത്ത് നാളിൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്ന ആൾ ആരാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം ചെയ്തു, റജുലുൻ ഖതല നബിയൻ, അത് ഒരു പ്രവാചകനെ കൊന്ന ആളാകുന്നു. ഔ, ഇനി പ്രവാചകനെ തന്നെയാവേണ്ടതില്ല, ഔ മൻ അമറ ബിൽ മഅറൂഫി വനഹ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തവരാകുന്നു. അപ്പോൾ ഒന്നാമതായി പ്രവാചകന്മാരെ വധിച്ചവർ, രണ്ടാമതായി പ്രവാചകന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട് ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തവരെ വധിച്ചവർ, അവർക്കാകുന്നു നാളെ ഖിയാമത്ത് നാളിൽ ഏറ്റവും കഠിനമായ ശിക്ഷയുള്ളത് എന്നാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ പ്രവാചകന്മാരെ വധിച്ചവരാകുന്നു ഈ ഇസ്രായേൽ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം. ഒരുപാട് പ്രവാചകന്മാർ അവർ വധിക്കുകയുണ്ടായിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട യഹ്യ നബി അലൈഹിസ്സലാമിനെ അവർ വധിക്കുകയാണ് ചെയ്തത്. എന്തിൻ്റെ പേരിലാണ് പ്രവാചകന്മാരെയും ഈ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തിരുന്നവരെ അവർ വധിച്ചത്? അല്ലെങ്കിൽ എക്കാലത്തുമുള്ള ജനങ്ങൾ അവരോട് ശത്രുത പുലർത്താനുള്ള കാരണം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ ആയത്തിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്, കുല്ലമാ ജാഅ റസൂലുഹും ബിമാ ലാ തഹ്വ അൻഫുസുഹും, അവരിൽ അള്ളാഹുവിൻ്റെ ദൂതന്മാർ ആഗതരായപ്പോഴൊക്കെ എങ്ങനെ? ബിമാ ലാ തഹ്വ അൻഫുസുഹും, അവരുടെ ദേഹേച്ഛയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളുമായി. പ്രവാചകന്മാർക്ക് കൊണ്ടുവരാനുള്ളത് വേദഗ്രന്ഥങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏറിയ പങ്കും മനുഷ്യരുടെ ദേഹേച്ഛയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ്. ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അഭീഷ്ടം, മനുഷ്യന്റെ താല്പര്യങ്ങൾ, മനുഷ്യന്റെ എൻജോയ്മെന്റുകൾ.
ഇതിന് വിരുദ്ധമായ സന്ദേശവുമായി പ്രവാചകന്മാർ വന്നപ്പോൾ ആ പ്രവാചകന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട് ജീവിച്ച മുസ്ലിങ്ങളായ മഹാന്മാരായ ആളുകൾ ആ നന്മ ജനങ്ങളോട് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തപ്പോഴാണ് അവർ ശത്രുക്കളായി തീർന്നത്. അപ്പോഴാണ് വാളോങ്ങിയത്, അപ്പോഴാണ് കൊല്ലാൻ ശ്രമിച്ചത്. പരിശുദ്ധ ഖുർആന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൽപ്പനകൾ നോക്കുക, ഒക്കെ മനുഷ്യരുടെ ദേഹേച്ഛയ്ക്ക് വിരുദ്ധമായ സന്ദേശങ്ങളാണ് അതിലുണ്ടാവുക. ഇത് നാം മുസ്ലിങ്ങളായ ആളുകൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം ലോകത്തുടനീളം മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെ മുസ്ലിങ്ങൾ ഒരു പക്ഷത്തും മുസ്ലിങ്ങളല്ലാത്തവര് മറ്റൊരു പക്ഷത്തുമായിരിക്കും. അഥവാ മുസ്ലിങ്ങളെല്ലാം ഒരു പ്രത്യേക കണ്ണിലൂടെയാണ് കാണുക, അവർ ശത്രുപക്ഷത്താണ് ഉണ്ടാകുക. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ പലരും അത് ബോധപൂർവം മനസ്സിലാക്കിയിട്ടില്ല. എന്തോ മുസ്ലിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ ദോഷമാണ് എന്നാണ് പലപ്പോഴും മറ്റ് സമൂഹങ്ങൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. മുസ്ലിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ ദോഷം കാരണമാണ് മുസ്ലിങ്ങൾ എതിർക്കപ്പെടുന്നത്, പീഡിപ്പിക്കപ്പെടുന്നത്, നാടുകളിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നത് എന്ന് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഭരണകക്ഷിയുടെ നേതാക്കന്മാർ നിരന്തരം വിദേശ പര്യടനത്തിന് പോയാൽ പുട്ടിന് തേങ്ങയിടുന്നത് പോലെ നമ്മുടെ ഇവിടുത്തെ പ്രധാനമന്ത്രിയൊക്കെ പറയാറുള്ളത് അതാണ്. പറയാതെ അങ്ങോട്ട് തിരിച്ചു വരാറില്ല. ഇത് കേട്ട് പ്രചണ്ഡമായ ഈ പ്രചരണങ്ങൾക്ക് വശംവദരായിക്കൊണ്ട് മുസ്ലിങ്ങളിൽ തന്നെയുള്ള പലരും, അഭ്യസ്തവിദ്യരായ പലരും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങളുടെ ഒരു കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇത്. എന്നാൽ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. പക്ഷെ അത് ഏതാ കയ്യിലിരിപ്പ് എന്ന് വെച്ചാൽ മുസ്ലിം സമൂഹത്തിന്, മുസ്ലിങ്ങളിൽ ഈ പറഞ്ഞ ഹവയുടെ ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ വിഷയം മുസ്ലിങ്ങളുടെ സാമൂഹ്യ മനസ്സാക്ഷി അതെപ്പോഴും ഈ ഹവയ്ക്ക് വിരുദ്ധമായിരിക്കും. കാരണം മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹ്യ മനസ്സാക്ഷി ഉരുവം കൊള്ളുന്നത് ഈ പരിശുദ്ധ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നുമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് വിരുദ്ധമായിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ മദ്യപാനം എല്ലാവരും എതിർക്കുന്നുണ്ടല്ലോ, എല്ലാ വിഭാഗത്തിലും അത് എതിർക്കുന്നവരുണ്ടല്ലോ. ഇവിടെ മദ്യനിരോധന സമിതിയുടെ പ്രസിഡന്റ് തന്നെയും കുഞ്ഞികൃഷ്ണനാണല്ലോ എന്നൊക്കെ പലരും പറയാറുണ്ട്. ശരിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു രാജ്യത്ത് മദ്യം അങ്ങ് നിരോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് കരുതുക. നമ്മുടെ കേരളത്തിലെ മാത്രം കാര്യം എടുത്താൽ മതി. മദ്യം നിരോധിക്കാൻ വേണ്ടി ഗവൺമെന്റ് മുന്നോട്ട് വരികയാണെങ്കിൽ ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഹിന്ദു സമൂഹം അതിനെ അനുകൂലിക്കുമോ? ഒരു സമൂഹം എന്ന നിലയ്ക്ക് ക്രിസ്ത്യാനികളെ അനുകൂലിക്കുമോ? ഇല്ല, അനുകൂലിച്ചിട്ടില്ല. ഇവിടെ മദ്യനിരോധം നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ ദൃഢനിശ്ചയം കാരണം, മുസ്ലിം രാഷ്ട്രീയ പാർട്ടി മസിൽ പിടിച്ചത് കൊണ്ട് മാത്രമാണത് സാധ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഹവയ്ക്ക് വിരുദ്ധമായ ഒരു സമീപനമാണ് മുസ്ലിങ്ങൾ സ്വീകരിക്കുക, മുസ്ലിം സാമൂഹ്യ മനസ്സാക്ഷി സ്വീകരിക്കുക. ഇനി ഓരോ വിഷയങ്ങൾ എടുത്താലും, പരീക്ഷയുടെ കാര്യം എടുത്തോളൂ. ഹക്കും ബാത്തിലുമില്ലാതെ ഹലാലും ഹറാമും നോക്കാതെ സമ്പാദിക്കുക എന്നത് മനുഷ്യന്റെ ഹവയുടെ ഭാഗമാണ്. ഇവിടെ പലിശ എന്ന ഈ മഹാപാപത്തിനെതിരെ ഒരു സമുദായം എന്ന നിലക്ക് ആരാണ് സമീപനമെടുക്കുക? അത് നിരോധിക്കാൻ ആരാണ് പരിശ്രമിക്കുക? മുസ്ലിങ്ങളാണ് പരിശ്രമിച്ചിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ ഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ, മുസ്ലിം സംഘടനകളുടെ ഒരു പ്രതിനിധി സംഘം ഇന്ദിരാഗാന്ധിയെ സമീപിച്ചുകൊണ്ട് പലിശ രഹിതമായ ബാങ്ക് സ്ഥാപിക്കാൻ വേണ്ടി അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. നിരന്തരം ആശ്രമം നടത്തിക്കൊണ്ടിരുന്നിട്ടുണ്ട്. അവസാനം UPI ഗവൺമെന്റ് അധികാരത്തിലുള്ളപ്പോൾ മൻമോഹൻ സിംഗിനെ സമീപിച്ചു. മൻമോഹൻ സിംഗ് ഒരു സമിതിയെ നിശ്ചയിച്ചു അതിനെക്കുറിച്ച് പഠിക്കാൻ. സമിതി വർഷങ്ങളുടെ പഠനത്തിന് ശേഷം അനുകൂലമായ പോസിറ്റീവായ റിപ്പോർട്ട് നൽകി. അങ്ങനെ അനുമതി നൽകാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ UPI ഗവൺമെന്റ് പോയി, BJP വന്നു, ബ്ലോക്ക് ഇട്ടു. ഇനി സ്ത്രീ പുരുഷന്മാർ മിങ്കിൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നതിനെ കുറിച്ച്, സ്ത്രീകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനെ കുറിച്ച്, സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ഏത് കാര്യങ്ങൾ എടുത്താലും
ഹവയ്ക്ക് വിരുദ്ധമായ, താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു സമീപനമാണ് പരിശുദ്ധ വേദഗ്രന്ഥങ്ങൾ മുന്നോട്ട് വെക്കുക, പ്രവാചകന്മാർ കൊണ്ടുവന്നത്, അവർ മാതൃക കാണിച്ചത്. അതോടൊപ്പമാണ് മുസ്ലിം സമൂഹം ഉണ്ടാകുക. ഈ ഒരു കാരണത്താലാണ് മുസ്ലിം സമൂഹം എപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അതേ കാരണത്താലാണ് പ്രവാചകന്മാർ കൊല്ലപ്പെട്ടത്. ജനങ്ങളുടെ അവയ്ക്ക് അഭീഷ്ടങ്ങൾക്ക് വിരുദ്ധമായ സന്ദേശങ്ങളുമായി പ്രവാചകന്മാർ വന്നപ്പോഴൊക്കെ ചരിത്രത്തിലുടനീളം ഒരു വിഭാഗം കളവാക്കപ്പെട്ടു, ഒരു വിഭാഗം കൊല്ലപ്പെടുകയും ചെയ്തു. യഹ്യ നബി അലൈഹി ഇസ്ലാമിനെ കൊന്നത് അതിനു വേണ്ടിയാണ്. സൂറത്ത് യാസീനിൽ വിവരിക്കപ്പെട്ട പ്രവാചകന്മാർ അവർക്കെതിരെ വാളോങ്ങിയത് അക്കാരണത്താലാണ്. എക്കാലത്തും അത് തന്നെയാണ്. ഇക്കാലത്തും മുസ്ലിം സമൂഹം യഥാർത്ഥത്തിൽ എതിർക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം അതാകുന്നു. ഇത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നത് ആ ദൗത്യം നിർവഹിക്കുമ്പോൾ ഇത് ഏറ്റുവാങ്ങേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും സന്തോഷ വാർത്തയുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത മാത്രമാണ്. അക്കൂട്ടരുടെ പ്രവർത്തനങ്ങൾ ഈ ലോകത്തും പരലോകത്തും വൃഥാവിലായി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം പാഴായിരിക്കുന്നു. അതിന് യാതൊരു പ്രതിഫലവും ലഭിക്കാൻ പോകുന്നില്ല. അവർ സഹായിക്കപ്പെടുകയുമില്ല, അവർക്കൊരു സഹായിയെയും ലഭിക്കുകയില്ല. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തിൽ അല്ലാഹു തആല ചോദിക്കുകയാണ്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. നബിയെ, താങ്കൾ ചോദിക്കുക, മനുഷ്യരിൽ സ്വന്തം കർമ്മങ്ങളെല്ലാം പാഴായി പോയവരെ, നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ച് നിങ്ങളെ അറിയിച്ചു തരട്ടെയോ, നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയാ. അവരുടെ പ്രവർത്തനങ്ങൾ അത്രയും വൃഥാവിലായി പോയി. നമ്മുടെ കാഴ്ചയിൽ സൽക്കർമ്മങ്ങളായിരിക്കും, നല്ല കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. പലപ്പോഴും ചോദിക്കാറുണ്ടല്ലോ, നമ്മുടെ KT ജലീൽ നിയമസഭയിൽ പോലും പറഞ്ഞില്ലേ, AK ഗോപാലൻ ഇല്ലാത്ത സ്വർഗത്തിലേക്ക് ഞാനില്ല, EM ശങ്കരൻ നമ്പൂതിരിപ്പാടില്ലാത്ത സ്വർഗത്തിലേക്ക് ഞാനില്ല. അവരൊക്കെ വലിയ കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചവരാണ്, അവരൊക്കെ സ്വർഗത്തിലുണ്ടാകുക, ആ സ്വർഗത്തിലാണ് ഞാൻ ഉണ്ടാവുക, അവർക്കില്ലാത്തൊരു സ്വർഗം എനിക്ക് വേണ്ട എന്ന് അവൻ പറഞ്ഞില്ലയോ? അങ്ങനെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പറയാത്ത പലരും നമ്മുടെ മുസ്ലിം സമുദായത്തിലുള്ള കുറെ ഈ നിരീശ്വര നിർമ്മല പ്രസ്ഥാനത്തിന് കൊടി പിടിക്കുന്നവരുണ്ട്. ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞുകൊണ്ട്, ഈ ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന അവരുടെ നേതാക്കന്മാർ, അവർ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷക്ക് പാത്രമായവരാണ് എന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. അവർ ചെയ്തതൊക്കെ വലിയ കർമ്മങ്ങളാണ് എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലാഹു തആല അവതരിപ്പിച്ച വേദ ഗ്രന്ഥങ്ങളെ പരിഹാസ്യരാക്കിക്കൊണ്ട് എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ, മാതൃക കാണിക്കാൻ നിയോഗിച്ച പ്രവാചകന്മാരെ പുറങ്കാല് കൊണ്ട് തട്ടിമാറ്റിയവർ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ അതൊരിക്കലും സൽക്കർമ്മങ്ങളല്ല. സൽക്കർമ്മങ്ങൾ സ്വാലിഹായമൽ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഇന്നല്ലദീന ആമനു, സത്യവിശ്വാസം സ്വീകരിക്കുകയും വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ. ഈമാനോടുകൂടിയുള്ള അമലല്ലാത്തതൊന്നും സൽക്കർമ്മങ്ങളല്ല, അതൊന്നും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയാ, അവരുടെ കർമ്മങ്ങളൊക്കെ ഈ ലോകത്ത് വൃഥാവിലായി പോയി കഴിഞ്ഞിരിക്കുന്നു. ഹൽ ഉനബ്ബിഉകും മിനൽ അഖ്സരീന അഅമാല
الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. എന്നാൽ ആ പാവങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? തങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നല്ല കർമ്മങ്ങളാണ് എന്നാണ്. എന്നാൽ അതൊന്നും അള്ളാഹുവിന്റെ മുൻപിൽ നല്ല കർമ്മങ്ങളല്ല, സ്വീകാര്യമല്ല. വമാലഹും മിൻ നാസിരീൻ, നാളെ പരലോകത്ത് അവർക്ക് ശിക്ഷയാണുള്ളത്, ഒരു സഹായിയും അവർക്ക് അവിടെ ഉണ്ടാവുകയില്ല. അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ട വിഭാഗത്തെ താങ്കൾ കണ്ടില്ലയോ? ജൂത ക്രിസ്ത്യാനികളാണ് ഉദ്ദേശം. യുദ്ഉന ഇലാ കിതാബില്ലാഹി, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിലേക്ക് അവരെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ വിധി പ്രസ്താവിക്കുന്നതിന് വേണ്ടി, ജീവിത പ്രശ്നങ്ങളിൽ അവരുടെ വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ച് വിധി പ്രസ്താവിക്കാൻ വേണ്ടി അവരെ ക്ഷണിച്ചാൽ എന്നാൽ അള്ളാഹുവിന്റെ വേദഗ്രന്ഥം അനുസരിച്ചുള്ള ആ നിയമം സ്വീകരിക്കാൻ അവർ സന്നദ്ധരല്ല. ഇത് വേദക്കാർക്ക് മാത്രമുള്ള ഒരു സംഗതിയല്ല. അവരെ ഉദാഹരിച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ സമുദായത്തിൽ തന്നെ ഇല്ലേ, ഇപ്പൊ അടുത്ത കാലത്ത് ഒരു പുനർവിവാഹം ചെയ്ത ഒരു ഷീന ഷുക്കൂർ നമ്മൾ കേട്ടതാണ്. അവര് 10-25 കൊല്ലം മുമ്പ് വിവാഹം ചെയ്തതാണ്. അവർക്ക് മക്കളൊക്കെ ഉണ്ട്, പെൺകുട്ടികളൊക്കെ കെട്ടിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ടാമത് ഒരു പുനർവിവാഹം, രജിസ്റ്റർ വിവാഹം ചെയ്തു. എന്താണ് കാര്യം? മുസ്ലിങ്ങളായിക്കൊണ്ട് അവർ മരിക്കുകയാണെങ്കിൽ അവരുടെ സ്വത്ത് വീതം വെക്കുക. അല്ലാഹു തആലാന്റെ ഈ കിതാബിൽ സൂറത്തുൻ നിസാഇൽ പറഞ്ഞത് പ്രകാരമാണ്. ആ പറഞ്ഞ പ്രകാരം എങ്ങനെയാണ്? അയാൾക്ക് പെൺകുട്ടികൾ മാത്രം. അപ്പൊ 3-2, 2 ഔട്ട് ഓഫ് 3 എന്ന് വെച്ചാൽ അയാൾക്ക് 3 കോടിയുടെ ആസ്തി ഉണ്ടെങ്കിൽ 2 കോടി ഈ പെൺകുട്ടിയാക്കാം. അല്ലാഹു തആലാന്റെ നിയമമാണ്. അതുപോരാ, ഇവിടെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ നിയമം അത് മുഴുവൻ മക്കൾക്ക് എന്നാണ്. അപ്പൊ മുഴുവൻ എൻ്റെ മക്കൾക്ക് കിട്ടണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് വേണ്ടി ഇസ്ലാമിക ശരീഅത്തിൽ നിന്ന്, അല്ലാഹു തആലാന്റെ കിതാബിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പുനർവിവാഹം ചെയ്തു. അങ്ങനെ ചിന്തിക്കുന്ന പലരുമുണ്ട്, ചെയ്യുന്ന പലരുമുണ്ട്. വേറെ ചിലർ പുനർവിവാഹം ചെയ്യുന്നില്ല, വിൽപത്രം എഴുതി വെക്കുക ചെയ്യുക. അങ്ങനെയാണ് നമ്മളെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ചെയ്യുക. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വത്ത് വേറെ എങ്ങോട്ടും പോകാൻ പാടില്ല. എന്നാൽ അല്ലാഹു തആല കഠിനമായി താക്കീത് ചെയ്ത സംഗതിയാണ്. യുദ്ഉന ഇലാ കിതാബില്ലാ, അല്ലാഹുവിന്റെ കിതാബിലേക്ക്, അല്ലാഹുവിന്റെ കിതാബിലുള്ള നിയമത്തിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ സുമയതവല്ല ഫരീഖും മിൻഹും വഹും മുഅരിദൂൻ, അതിൽ നിന്ന് വിമുഖരായിക്കൊണ്ട് അവർ പിന്തിരിയുന്നവരാണ്. നാം അള്ളാഹുവിന്റെ നിയമത്തിൽ നിന്ന് കഴിച്ചിലാവാൻ വേണ്ടി അള്ളാഹുവിന്റെ നിയമങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് വേറെ നിയമങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഈ അഹ്ലി കിതാബുകാർക്ക് അല്ലാഹു തആല നൽകിയ താക്കീത് നമുക്കും ബാധകമാണ്. നമുക്ക് വേണ്ടിയാണ് അല്ലാഹു തആല ഇതിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ജീവിക്കുമ്പോൾ അവരുടെ വ്യാമോഹം എന്താണ്? അവർ വ്യാമോഹിക്കുന്നത് തങ്ങൾ അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല. തങ്ങൾ ഇബ്രാഹിം നബിയുടെയും യാക്കൂബ് നബിയുടെയും ഒക്കെ പിന്മുറക്കാരാണ്. ഒരുപാട് പ്രവാചകന്മാർ ആഗതരായ ഒരു സമൂഹമാണ് തങ്ങളുടേത്. അതുകൊണ്ട് തന്നെ തങ്ങൾ അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല. അഥവാ അല്ലാഹു തആല ശിക്ഷിക്കുകയാണെങ്കിൽ തന്നെ ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമൻ മഅദൂദാത്ത്, ഏതാനും എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ അഗ്നി ഞങ്ങളെ സ്പർശിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല. ഇവിടെ അല്ലാഹു തആല പറയുന്നു വഗറഹും ഫീ ദീനിഹിം, അവർ അങ്ങേയറ്റത്തെ വ്യാമോഹത്തിലാണ് അകപ്പെട്ടിട്ടുള്ളത്. ഈ ദീനിന്റെ വിഷയത്തിൽ അവർ അങ്ങേയറ്റത്തെ വ്യാമോഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. മാ കാനൂ യഫ്തറൂൻ, ഇതൊക്കെ തന്നെ അവർ സ്വയം രചിച്ചുണ്ടാക്കിയതാണ്, കെട്ടി ഉണ്ടാക്കിയതാണ് എന്നർത്ഥം. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി പ്രസ്താവിക്കുക, അല്ലാഹു തആല തീരുമാനിക്കുക,
അല്ലാഹുത്താല എപ്രകാരമാണോ അവന്റെ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്, എപ്രകാരമാണോ പ്രവാചകന്മാരിലൂടെ മാതൃക കാണിച്ചിട്ടുള്ളത്, അപ്രകാരമാണ് അല്ലാഹുത്താല വിധി പ്രസ്താവിക്കുക. യാതൊരുവിധ സ്വാധീനവും അള്ളാഹുവിന്റെ മുമ്പിൽ നടക്കുകയില്ല. നാളെ പ്രതിഫല ദിവസത്തിൽ മഹ്ശറ വൻസഭയിൽ ഉള്ള അവസ്ഥയെക്കുറിച്ച് സൂറത്തുൽ ഇൻഫിതാറിന്റെ അവസാനത്തിൽ അല്ലാഹു തആല പറയാണ്, നബിയോട് ചോദിക്കുകയാണ്, വമാ അദ്റാക മാ യൗമുദ്ദീൻ, മനുഷ്യരെ വിചാരണ ചെയ്ത് അവരുടെ കർമ്മഫലം നൽകുന്ന ആ ദിവസത്തെക്കുറിച്ച് താങ്കൾക്കറിയാമോ? സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ, വീണ്ടും ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് താങ്കൾക്കറിയാമോ? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ, അന്ന് ഒരാൾക്കും മറ്റൊരാൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ദിവസമാണ്. ഉപദ്രവം ചെയ്യാനും സാധിക്കുകയില്ല. ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത ദിവസമാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി, ഓരോരുത്തരും സ്വന്തം മാതാപിതാക്കളിൽ നിന്നും ഭാര്യാസന്താനങ്ങളിൽ നിന്നും ഉറ്റവരിൽ നിന്നും ഉടയവരിൽ നിന്നും ഒക്കെ ഓടിയകലും. ആർക്കും ആരെയും നോക്കാനും ആരെയും സഹായിക്കാനും സാധിക്കാത്ത ദിവസമാണ്. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈഅ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്, അന്ന് പരിപൂർണമായ തീരുമാനാധികാരം, ഡിസിഷൻ പവർ 100% അല്ലാഹു തആലക്ക് മാത്രമാകുന്നു. എന്നാൽ ഈ ലോകത്തോ അല്ലാഹു തആലക്കല്ലേ? അല്ലാഹു തആലക്കാണ്. പക്ഷേ ഒരു നിശ്ചിത വിഷയങ്ങളിൽ, ചില കാര്യങ്ങളിൽ തീരുമാനാധികാരം ഇവിടെ ഈ ലോകത്ത് അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. ഭരണാധികാരികൾക്ക് തീരുമാനാധികാരമുണ്ട്. ന്യായാധിപന്മാർക്ക് ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ സാധിച്ചേക്കും, വെറുതെ വിടാനും സാധിച്ചേക്കും. അതുപോലെ തന്നെ ചിലർക്ക് ജോലിയിൽ നിയമനം നൽകാൻ സാധിക്കും, പ്രമോഷൻ നൽകാൻ സാധിക്കും, ഇൻക്രിമെന്റ് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ തുടങ്ങിയിട്ട് ചില കാര്യങ്ങളിൽ തീരുമാനാധികാരമുണ്ട് പരീക്ഷണാർത്ഥം. എന്നാൽ സൂറന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ, സൂറന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ എല്ലാം അവസാനിച്ചു. ഇനി ഒരേ ഒരു സംഗതി മാത്രമാണ്. അതെന്താണ്? അമൽ. അമലിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല വൽ അംറു യൗമഇദിൻ അല്ലാഹു തആല തീരുമാനം കൈക്കൊള്ളും. ഇവിടെ അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ച് ജീവിച്ചവർ, അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ചുള്ള നിയമം ഫോളോ ചെയ്തവർ, അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. തങ്ങളുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ്, അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് എന്ന വ്യാജേന, എന്ന വ്യാമോഹത്തിൽ അള്ളാഹുവിന്റെ നിയമത്തിനെതിരെ ആരും നീങ്ങേണ്ടതില്ല. അങ്ങനെ ഒരു വിൽപത്രം എഴുതി വെക്കേണ്ടതില്ല. അങ്ങനെ മറ്റാർക്കും കിട്ടരുത് എന്ന് കരുതിയിട്ട് ജീവിതകാലത്ത് തന്നെ എഴുതി കൊടുക്കേണ്ടതില്ല. അങ്ങനെ ചെയ്താൽ അള്ളാഹുവിന്റെ കിതാബിലേക്ക് ക്ഷണിക്കുമ്പോൾ അതനുസരിച്ച് വിധിക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ കൽപ്പിക്കുമ്പോൾ വിമുഖത കാണിച്ചവർക്ക് അല്ലാഹു തആല നൽകിയ താക്കീത് നമുക്കും ബാധകമായിരിക്കും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഫകൈഫ ഇദാ ജമഅനാഹും ലിയൗമിൻ ലാ റൈബ ഫീഹി, എപ്രകാരമായിരിക്കും നാളെ അല്ലാഹു തആല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ആ മഹ്ശറ വൻസഭ. വവുഫിയത് കുല്ലു നഫ്സിൻ മാ കസബത്, ഓരോരുത്തർക്കും അവർ പ്രവർത്തിച്ചതിന്റെ ഫലം അല്ലാഹു തആല നൽകുന്ന ആ സന്ദർഭം. വഹും ലാ യുളമൂൻ, അശേഷം അനീതി അവരോട് കാണിക്കുകയില്ല. ഒരിക്കലും അല്ലാഹു തആല സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം പാഴാക്കുകയില്ല, തീർത്തു കൊടുക്കും. അത് കുറയ്ക്കുകയില്ല എന്നല്ല, ഒരു നന്മക്ക് 10 ഇരട്ടിയാണ് അല്ലാഹു തആല പ്രതിഫലം കൊടുക്കുക. എന്നാൽ ആരെങ്കിലും ഒരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ മൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സൽ ലദീന അമിലു സയ്യിഅതി ഇല്ലാ മാ കാനൂ യഅമലൂൻ, ഒരു തിന്മയുമായി വന്നവർക്ക് അല്ലാഹു തആല 10 ഇരട്ടി ശിക്ഷ കൊടുക്കുന്നില്ല. ആ തിന്മക്ക് തുല്യമായ ശിക്ഷ മാത്രമേ അല്ലാഹു തആല നൽകുള്ളൂ. അപ്പോൾ നാളെ ആരോടും അശേഷം അനീതി പ്രവർത്തിക്കുകയില്ല. ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകിയിരിക്കും. അപ്രകാരം തന്നെ
ഒരാൾ ചെയ്തതിന്റെ പ്രതിഫലം മറ്റൊരാൾക്ക് കൊടുക്കുകയില്ല. ഒരാൾ ചെയ്ത പാപത്തിന്റെ ശിക്ഷ അല്ലാഹു തആല വേറൊരാൾക്ക് കൊടുക്കുകയില്ല. ഒരു പാപം ചെയ്തവന്റെയും പാപഭാരം മറ്റൊരാൾ വഹിക്കേണ്ടി വരികയില്ല. ഓരോരുത്തരുടെയും ഭാഗധേയം അല്ലാഹു തആല അവരുടെ പിരടിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒരാൾ ചെയ്ത കർമ്മഫലം മാത്രമേ അയാൾ അനുഭവിക്കേണ്ടതുള്ളൂ. അത് അയാൾ അനുഭവിച്ചേ തീരൂ. ആ വിഷയത്തിൽ ഒരിക്കലും അനീതി അല്ലാഹു തആല ചെയ്യുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അങ്ങനെ പാരത്രിക ലോകത്ത് വിജയം വരിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് ചെയ്യുന്നതെല്ലാം നല്ലതാണ്, സൽക്കർമ്മങ്ങളാണ് എന്ന് ധരിച്ചുകൊണ്ട് എല്ലാം പാഴായി പോകുന്ന, ഒന്നിനും നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കാത്ത ഹതഭാഗ്യന്മാരിൽ നിന്ന് അല്ലാഹു തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പ്രകാരം അമൽ ചെയ്യുകയും ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. പിന്നെ റമീസ് സാഹിബ് ഒരു മെസ്സേജ് അയച്ചിരുന്നു. കുവൈത്തിലെ സുബഹിയുടെ സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം കുവൈറ്റ് ടൈം 4:15, ഇന്ത്യൻ സമയം 6:45 ക്ലാസ് തുടങ്ങിയത്. പക്ഷെ അടുത്ത ആഴ്ച ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്ക് കുവൈറ്റ് ടൈം സമയം 4:15 ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഒരു 15 മിനിറ്റ് താമസിപ്പിച്ച് 4:30 മണിക്കായിരിക്കും ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ക്ലാസ്, അഥവാ ഇന്ത്യൻ സമയം 7 മണിക്ക്. മെസ്സേജിലൂടെ ഇൻഷാ അല്ലാഹ് കാര്യം വീണ്ടും റിമൈൻഡ് ചെയ്യുന്നതാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.